പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചാൽ ഒരു ചലനവും ഉണ്ടാകില്ലെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. അൻവർ സ്വതന്ത്ര എം.എൽ.എ ആയതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രകാശ് കാരാട്ട്. പി.വി. അൻവറിന്റെ വിഷയം UDF-ൽ ഒരു ഘട്ടത്തിലും ചർച്ചയ്ക്കായി വന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഒരു ചലനവും കേരളത്തിലുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അൻവറിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാമല്ലോ, രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ LDF ആണ്, അല്ലെങ്കിൽ UDF ആണ്. അതിൻ്റെ ഇടയിൽ വേറെ നിന്ന് പോകാനൊന്നും സാധിക്കുന്ന ഒരു സ്ഥിതിയും കേരളത്തിലില്ല. അതുകൊണ്ട് ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് പോകാൻ സാധിക്കുക, ഞാൻ നേരത്തെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം അവിടെയാണ്. ആരോ പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുകയല്ലാണ്ട് വേറെ ഒരു വഴിയും ഇല്ല. വാചക കസരത്ത് കൊണ്ടൊന്നും കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടതിനെ തുടർന്ന് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായത്, നിലമ്പൂരുള്ള ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. കോൺഗ്രസിനും വേണ്ട, BJP-ക്കും വേണ്ട, ലീഗിനും വേണ്ട, അങ്ങ് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടി, എന്തായാലും പാർട്ടിൻ്റെ പേര് DMK-ക്കും വേണ്ട, അവസാനം തൃണമൂൽ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു സ്ഥലത്തും ഉറച്ചു നിന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വന്നത് എന്നത് ശരിയാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും പല നേതൃസ്ഥാനത്തും ഇരുന്ന് പല കുഴപ്പങ്ങളും ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് വിട്ടു. വലതുപക്ഷവുമായിട്ട് UDF-ഉമായിട്ട് ചേർന്നിട്ട് തന്നെ മുന്നോട്ട് പോകാനാണല്ലോ ശ്രമം നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണല്ലോ നടത്തിയിട്ടുള്ളത്. ഏതായാലും UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. UDF ഈ കാര്യം ആലോചിച്ചിട്ടില്ല. പി.വി. അൻവറിൻ്റെ വിഷയങ്ങൾ UDF-ൽ ഒരു ഘട്ടത്തിലും ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടില്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ കേട്ടു. അത് നമ്മുടെ മുമ്പിൽ ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ. വരുമ്പോൾ പറയാം മറുപടി. MLA സ്ഥാനം രാജിവെച്ചു, അവർ പാർട്ടി രൂപീകരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. UDF-ന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF-ആണ്. അല്ല, അത് രാജിവെക്കലും പിന്തുണക്കലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. പാർട്ടി തീരുമാനിക്കും, UDF തീരുമാനിക്കും, കോൺഗ്രസ് തീരുമാനിക്കും.